ഇപ്പോൾ ഒരു പ്രവാസിയായിരുന്ന ഒരാൾ ഇൻഷുറൻസ് എടുത്തു. ഇത് ക്ലെയിമിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ക്ലെയിം പ്രൊസീജിയേഴ്സ്? അപ്പോൾ ആ സമയത്ത് ഈ പ്രവാസിയായിരുന്ന ആൾ പ്രവാസിയാണോ എന്ന് നോക്കുമോ? പ്രവാസി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്ലെയിമിൻ്റെ പ്രൊസീജിയേഴ്സ്? ഹൗ ഈസി ഈസ് ക്ലെയിം പ്രൊസീജിയേഴ്സ്? ഈ പല ഇൻഷുറൻസ് കമ്പനികളുടെയും ഈ ക്ലെയിം പ്രോസസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇത് എത്രത്തോളം ഈസിയാണ്? അതിന് എന്തെങ്കിലും സപ്പോർട്ട് നോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സംസാരിച്ചപ്പം മിസ് ചെയ്തു പോയ ഒരു കാര്യമുണ്ട്. അതായത് ഈ പദ്ധതി ഒരു ഓപ്പൺ സ്കീമല്ല. ഇത് നോർക്ക നേരത്തെ ഒരു ID കാർഡ്, അല്ലെങ്കിൽ ഇപ്പം നിലവിലൊരു ID കാർഡ് സംവിധാനമുണ്ട്. നേരത്തെ സുജിത്ത് ID കാർഡ്, നോർക്ക ID കാർഡ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നോർക്ക ID കാർഡ് എടുത്തിട്ടുള്ള പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് പോളിസിയാണ്. ഓക്കെ. അപ്പം ആദ്യമായിട്ട് നോർക്ക ID കാർഡ് ഉണ്ടായിരിക്കണം. നോർക്ക ID കാർഡ് ഉണ്ടെങ്കിലേ നോർക്ക കെയറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നോർക്ക ID കാർഡ് എടുക്കാനായിട്ട് നോർക്കയുടെ വെബ്സൈറ്റിൽ കയറി എനിക്ക് എൻ്റെ പ്രവാസി വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നോർക്ക ID കാർഡ് കിട്ടും. അതിനുശേഷം എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അതെ, അതിലൊരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. ഈ പ്രവാസി എന്ന് പറയുമ്പം അതിനകത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. കുറഞ്ഞത് 6 മാസമെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു വിസ ഉണ്ടായിരിക്കണം. ഇന്ത്യക്ക് പുറത്തായിരിക്കണം. ഇന്ത്യക്ക് അകത്താണെങ്കിൽ അത് 2 വർഷമെങ്കിലും ആ പ്രദേശത്ത് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് അകത്ത് താമസിക്കുകയോ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് നോർക്ക ID കാർഡ് എന്ന് പറയും. ഇന്ത്യക്ക് അകത്ത് വരുമ്പോൾ ഞങ്ങൾ പ്രവാസി ID കാർഡ് എന്നാണ് പറയുന്നത്. രണ്ടിനും കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വിദേശത്ത് പല രാജ്യങ്ങളിലും റെസിഡൻസ് ഉള്ള ആൾക്കാരുണ്ടാവാം. അവർ ചിലപ്പം അവരുടെ ഭൂരിഭാഗം സമയവും വിദേശത്തെ ആ രാജ്യത്തായിരിക്കില്ല താമസിക്കുന്നത്. ചിലപ്പോൾ അവർ ഇന്ത്യയിലായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെടും. ഈ ഘട്ടത്തിൽ അതായത് OCI കാർഡ് ഉള്ളവർ, അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമേ നോർക്ക ID കാർഡ് കിട്ടുകയുള്ളൂ. ഇന്ത്യൻ വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിൽ നിന്ന് മാറിയവർക്ക് ഈ പദ്ധതിയിൽ ഇപ്പം ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു വിഭാഗം കൂടി ഈ പദ്ധതിയിൽ വരുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തില്ല. അതായത് സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ കേരളം ഇപ്പൊ ഒരു സ്റ്റുഡന്റ് മൈഗ്രേഷന്റെ കൂടി കാലമാണല്ലോ. അപ്പൊ അവരെയും നിങ്ങൾ NRK ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ NRK ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, സ്റ്റുഡന്റ് മൈഗ്രന്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം അതിനൊരു പരിമിതിയുണ്ട്. ഈ നമ്മളിപ്പോൾ ഒരു മൈഗ്രന്റ് എന്ന് പറയുന്നതിന് ഇന്ത്യയിലെ ഡെഫിനിഷൻ വരുന്നത് ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ടിലാണ്. ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ടിന്റെ സ്റ്റുഡന്റ് മൈഗ്രൻസിനെ ഇപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികൾക്ക് ഈ നോർക്ക കെയറിന്റെ ഭാഗമാവാൻ പറ്റില്ല. കുട്ടികൾക്ക് നോർക്ക കെയറിന്റെ ഭാഗമാകാം. അതിന് വേണ്ടിയിട്ട് നോർക്ക ഒരു നോർക്ക ID കാർഡല്ല, അവർക്ക് 2020 മുതൽ സ്റ്റുഡന്റ് ID കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡന്റ് ID കാർഡ് എടുക്കുന്ന കുട്ടികൾക്ക് സെൽഫായിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. പാരൻസിനെ ഇപ്പം പുതിയ പദ്ധതി വന്നപ്പം അവർക്കും പാരൻസിനെ വേണമെങ്കിൽ ചേർക്കാം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ആർക്കും ഇതിനകത്ത് ഭാഗമാകാം എന്നാണ് പറയുന്നത്. അതെ. ഒരു സാമൂഹിക സുരക്ഷ, അതായത് ലോകം എങ്ങും ഉള്ള പ്രവാസി മലയാളികൾക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് ഒരുക്കുക എന്നുള്ള സങ്കല്പമാണ് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സിനെ ഏൽപ്പിച്ചത്. അതാണിപ്പോൾ യാഥാർത്ഥ്യമാക്കിയത്. ഇപ്പോൾ എനിക്ക് ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം വന്നു, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ എനിക്ക് ക്യാഷ്ലെസ് കിട്ടാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്താൽ മതിയോ, അതോ ഞാൻ നോർക്കനെ വിളിക്കണോ, അതോ ഇൻഷുറൻസ് കമ്പനിയെ വിളിക്കണോ? ഇതിനകത്ത് പ്രത്യേകിച്ച് നോർക്കയെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഈ ഇൻഷുറൻസ്, ഈ പറയുന്ന നോർക്ക കെയർ സമഗ്ര ഇൻഷുറൻസ് പോളിസി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഈ കാർഡ് ലഭിക്കും. ഒരു ഇൻഷുറൻസ് കാർഡ് നമ്മൾ അയക്കും. അത് നിങ്ങളുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കിട്ടും. ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ കാർഡുമായിട്ട് നിങ്ങളുടെ ഒരു വാലിഡ് ID കാർഡും, നിങ്ങളാണ് തെളിയിക്കുന്ന ഒരു വാലിഡ് ID കാർഡും നിങ്ങളുടെ നോർക്ക കെയർ കാർഡുമായിട്ട് ഈ നോർക്ക കെയർ മൊബൈൽ ആപ്ലിക്കേഷനിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി പറഞ്ഞിരിക്കുന്ന ഏത് ആശുപത്രികളിൽ ചെന്നാലും അവർക്ക് അവിടെ ഒരു ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ടാകും. ആ ഡെസ്കിലേക്ക് ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് സംബന്ധിച്ചുള്ള ചികിത്സാ സൗകര്യങ്ങൾ ആശുപത്രിയിൽ കിട്ടും. പക്ഷേ ഇൻപേഷ്യൻ്റ് ആയിരിക്കുന്നവർക്ക് മാത്രം ഔട്ട് പേഷ്യൻ്റ് സർവീസ് 24 hours
ഇൻപേഷ്യൻ്റ് ആയിരിക്കണം. ഔട്ട് പേഷ്യൻ്റ് സർവീസ് ഇതിനകത്ത് കവേർഡ് അല്ല. അപ്പോൾ പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഡോക്ടറെ പോയി കാണുകയാണ്, ഡോക്ടർ പറയുകയാണ് ഇന്നൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും, പക്ഷേ അതിന് അഡ്മിറ്റ് ആവേണ്ട, രാവിലെ ഒന്ന് ചെയ്തിട്ട് വൈകിട്ട് പോവാം, പക്ഷേ അതൊരു പ്രൊസീജിയറാണ്, ചിലപ്പോൾ അതിന് 10-20,000 രൂപ ചിലവുള്ള പ്രൊസീജിയർ ആയിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊക്കെ കവേർഡ് ആവുമോ? അത് ഇതിൽ കവേർഡ് അല്ല. പക്ഷേ നിങ്ങൾക്കൊരു അഡ്മിഷൻ അതിനകത്ത് വരികയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചില ഡേ കെയർ പ്രൊസീജിയർ ഇന്ന് ചെയ്യണം, ഇപ്പോൾ സ്കാൻ ചെയ്യണം, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം, മറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ചെയ്യണം. അതിന് തുടർച്ചയായിട്ട് ഒരു ഹോസ്പിറ്റലൈസേഷൻ വരികയാണെങ്കിൽ ഇത് കവേർഡാണ്. പക്ഷേ അതിനും ഉണ്ട് പെർ പ്രൊസീജിയറിന് അല്ലെങ്കിൽ പെർ ക്ലെയിമിന് 5,000 രൂപയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് പ്രകാരം നിലവിലിപ്പോൾ ഒരു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗി അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗി ഉള്ള ഒരു പ്രവാസി, വീട്ടിലുള്ള ഒരു പ്രവാസി, അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഡയാലിസിസിനും കീമോതെറാപ്പിക്കും ഈ ഇൻഷുറൻസ് കവേർഡ് ആകും എന്നാണോ പറയുന്നത്? അതെ. ഓക്കെ, അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അതെ, അത് ചുരുങ്ങിയ 4 മാസത്തിനകം തന്നെ ഏകദേശം 9,000-ലധികം പ്രവാസി മലയാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ട്. അതുവഴി ഏകദേശം 87 കോടി രൂപയുടെ മെഡിക്കൽ ക്ലെയിംസ് ഈ പദ്ധതിയുടെ കീഴിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, ശരിക്കും നോർക്ക എന്ന് പറയുന്ന ലൈക്ക് ഒരു ഓർഗനൈസേഷൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. And it's a hassle-free. It's a hassle-free service we are providing to. Okay. ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്സ് സൗകര്യം ഇല്ലാത്ത ആശുപത്രികളിലാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിത് റീഇംബേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കുമോ? അടുത്ത ചിലവുകളും മറ്റുമൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്? തീർച്ചയായിട്ടും. കാരണം നമുക്കൊരു അർജൻസി വരുമ്പം നമ്മൾ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം ആ ആശുപത്രി നമ്മളുടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ ഇപ്പം കേരളത്തിൽ ഏകദേശം 680ഓളം വലുതും ചെറുതുമായിട്ടുള്ള ആശുപത്രികളെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും അങ്ങനെയുള്ളൊരു ആശുപത്രിയിലാണ് നമ്മളൊരു അടിയന്തര ചികിത്സ തേടുന്നെങ്കിൽ അവിടെ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ കാർഡ് നൽകുന്ന ഹെൽത്ത് കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ എൻ്റെ 2ാമത്തെ പേജിൽ ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. ആ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട്, മെഡിക്കൽ ബില്ലുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ളൊരു ക്ലെയിമിൻ്റെ ഫോമും നിങ്ങളുടെ ഈ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലെയിം ഫോം കിട്ടും. ഈ ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മെഡിക്കൽ റിപ്പോർട്ടും ബില്ലുകളും ചേർത്ത് ഈ ഹെൽത്ത് കാർഡിൽ ഒരു അഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്. ആ അഡ്രസ്സിലേക്ക് അയച്ചാൽ വിതിൻ 7 days, അത് ശ്രദ്ധിക്കണം, 7 ദിവസം കൊണ്ട് നിങ്ങളുടെ റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിം പ്രോസസ്സ് ചെയ്തിരിക്കും. ഈ ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അതിനകത്ത് നോർക്ക ഇടപെടുമോ? ഇതിന് പല ടയർ സിസ്റ്റമുണ്ട്. ആദ്യത്തെ ടയറിൽ നമുക്ക് നമ്മളുടെ ക്ലെയിം മാനേജ്മെൻറ്റിലോ ക്ലെയിം പ്രോസസ്സിങ്ങിലോ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി ലഭിക്കുന്നതിലോ എന്തെങ്കിലും തടസ്സം നേരിടുകയോ ബുദ്ധിമുട്ട് നേരിടുന്ന പക്ഷം നിങ്ങളുടെ ഈ കാർഡിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഒക്കെ ടോൾ ഫ്രീ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ 24 മണിക്കൂറും പ്രവർത്തിക്കും. അപ്പം അവിടെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ അതിൻ്റെ തേർഡ് പാർട്ടി അഡ്വൈസറുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ക്യാഷ്ലെസ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ TPAയുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിമിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ അത് റിസോൾവ് ചെയ്യുന്നതായിരിക്കും. ഈ ഫസ്റ്റ് സ്റ്റേജിൽ അത് മിറ്റിഗേറ്റ് ചെയ്തില്ല എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് മുകളിൽ നോർക്കയും ഇതിൻ്റെ ബ്രോക്കറിംഗ് കമ്പനി, ന്യൂ ഇന്ത്യ മറ്റേ ഇൻഷുറൻസ് കമ്പനി, അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, TPA എന്നിവരടങ്ങിയ ഒരു ഗ്രീവൻസ് റിഡ്രസൽ സമിതിയുണ്ട്. ആ സമിതിയിലേക്ക് അത് എസ്കലേറ്റ് ചെയ്യും. ഇനിയും അവിടെ നിന്നും അതായത് പൂർണ്ണമായിട്ടും എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരേണ്ടതാണ്. ഇനി അവിടെയും തീർന്നില്ല, എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയില്ല എങ്കിൽ IRDAയുടെ നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള ഓംബുഡ്സ്മാനിലേക്ക് അത് പോകാം. അപ്പോൾ ഇങ്ങനെ ഒരു 3 ടയർ എസ്കലേഷൻ മാട്രിക്സ് ആണ്
എന്തായാലും നോർക്ക ഉണ്ടാവും അവിടെ. നോർക്കയുണ്ട് അതിനകത്ത്. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോൾ ഞാനൊരു പ്രവാസിയാണ്, ഞാനിപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നു. എനിക്ക് അവിടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് അവൈൽ ചെയ്യാൻ പറ്റില്ലല്ലോ? എനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ? നിലവില് അത് ഇന്ത്യയിലാണ് ചികിത്സാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ. പക്ഷേ ഇനിയൊരു ഫേസിൽ ഞങ്ങളത് മിഡിൽ ഈസ്റ്റിലേക്ക്, എസ്പെഷ്യലി GCCയിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രവാസിയായിട്ടുള്ളൊരു മലയാളി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തെ ഭദ്രമാക്കാൻ വേണ്ടിയാണല്ലോ എല്ലാവരും പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഭദ്രമാക്കുന്നതിന് വേണ്ടി നോർക്ക സഹായിക്കുന്ന, പ്രവാസിയെ സഹായിക്കുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റാണ് നോർക്ക കെയർ, അല്ലേ? തീർച്ചയായിട്ടും.